ഈ കൊല്ലം കൂടി നീ കാഴ്ചില്ലെങ്കിൽ വെട്ടിക്കളയുമെന്ന അരുവയുടെ മൂർച്ചയുള്ള ഭീഷണി വൈനത്താകാം. അവസാനം അങ്ങനെ മുറ്റത്തെ നെല്ലിമരത്തിൽ ആദ്യമായി നെല്ലിക്ക കായ്ച്ചു. ഇന്ന് ഇഡലിക്കൊരു കൂട്ടിന് നെല്ലിക്ക ചമ്മന്തിയാകാമെന്നുറപ്പിച്ചു. ചമ്മന്തി എന്ന രൂപത്തിലും രുചിയിലും വ്യത്യസ്തനായതുകൊണ്ട് ഇഡലിക്കും അല്പമൊക്കെ മാറ്റങ്ങളാകാം. മേഘം പോലെ വെളുത്ത ഇഡലിയെ നമുക്കിന്ന് ചുവപ്പിച്ചെടുക്കാം. പച്ചരിയും ഉഴുന്നും അവിലും ഉലുവയും ചേർത്തരച്ച ഇഡലി മാവിലേക്ക് നല്ല ചുവന്ന ബീട്രൂട്ട് അരച്ചൊഴിച്ച് കലക്കിയപ്പോൾ ഞാനാണ് ഇന്നത്തെ താരമെന്ന ഭാവത്തിൽ നെല്ലിക്ക ഉരുണ്ടു വന്ന് തൊട്ടടുത്ത് സ്ഥാനമുറപ്പിച്ചു. ആദ്യമായി കിട്ടിയ നെല്ലിക്ക കൊണ്ട് എന്താണ് ഉണ്ടാക്കേണ്ടതെന്ന സംശയത്തിന് കൊച്ചുസുന്ദരി പറഞ്ഞത് നെല്ലിക്കയുടെ കയ്പില്ലാത്ത എന്തുമാകാമെന്നാണ്. അങ്ങനെ ഇഡലിത്തട്ടിൽ നെയ്യ് തടവി ഇഡലിമാവ് ഒഴിച്ച് ഇഡലിത്തട്ടുകളാണ് നിരത്തി. ചെമ്പിലെ വെള്ളം തിളച്ച് നിലവിളി തുടങ്ങുന്നതിന് മുമ്പേ തട്ടുകൾ ഓരോന്നായി ചെമ്പിലേക്ക് ഇറക്കി വെച്ചു. നല്ല ആവി പറക്കുന്ന ഇഡലിക്ക് കൂട്ടിന് നെല്ലിക്ക ചമ്മന്തിക്കുള്ള ഒരുക്കങ്ങളാണിനി. തേങ്ങാക്കൊത്തും ചുവന്നുള്ളിയും കറിവേപ്പിലയും പാകത്തിന് ഉപ്പിനുമൊപ്പം കൂട്ടത്തിൽ പ്രധാനിയായ നെല്ലിക്കയും അരിഞ്ഞു ചേർത്തു. അരച്ചു. നല്ല സ്വയംപൻ വറ്റമുളകിന്റെ അകമ്പടിയോടെ കടുക് വറുത്തു. ബീട്രൂട്ടിന്റെ കടുചുവപ്പിൽ നിന്നും ഓറഞ്ച് നിറത്തിലേക്ക് കാലുമാറിയ ബീട്രൂട്ട് ഇഡലിക്കൊപ്പം കട്ടയ്ക്ക് നേരിയ മാന്തളിർ നിറത്തോടെ ആന്റി ഓക്സിഡൻസും വിറ്റാമിൻസും തുടങ്ങി ധാരാളം ഗുണങ്ങളടങ്ങിയ നെല്ലിക്ക ചമ്മന്തിയും തയ്യാർ. പാത്രത്തിലേക്ക് വാഴയില വിരിച്ച് ആവി പറക്കുന്ന ഇഡലികൾ ഓരോന്നായി നിരത്തി. കൂടെ നല്ല കർമുറ പരിപ്പ് വടയും ബീട്രൂട്ട് ഇഡലിയും നെല്ലിക്ക ചമ്മന്തിയും പരിപ്പ് വടയും കൂട്ടി പ്രഭാത ഭക്ഷണം അതിഗംഭീരം, അതീവ രുചികരം.